ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദ ഡെയിലി ന്യൂസ് അനാലിസിസ് ഓഫ് ദർശന ലേണിംഗ്സ്. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ, നോ ഡിസിഷൻ നെറ്റ് ഓൺ അപ്ഡേറ്റിംഗ് NPR along with the census. Second news, ASI allows retired Tamil Nadu archaeologists to prepare report on Kiladi excavation. Third one, how can cat bones plan for a natural disaster? And the last one, India Africa must work side by side, says PM in Namibia. ഇനി ഈ ഓരോ ന്യൂസുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ന്യൂസ്, നോ ഡിസിഷൻ എറ്റ് ഓൺ അപ്ഡേറ്റിംഗ് NPR along with the census. നമുക്കറിയാം 2027 അടുത്ത സെൻസസ് നടക്കാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് സെൻസസ് നടന്നിട്ടുണ്ടായിരുന്നത് 2011 അതായത് ഒരു 16-year ഗ്യാപ്പ് ആണ് ഈ രണ്ട് സെൻസസുകൾക്കിടയിലും ഉള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോവിഡിന്റെ ഒരു പാൻഡമിക് വന്ന സമയത്ത് അതിന്റെ പേരിലായിരുന്നു ഒരു ഡിലേ ഉണ്ടായിരുന്നത്. യൂഷ്വലി സെൻസസുകൾ ഒരു 10 years കൂടുമ്പോഴാണ് നടക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ ന്യൂസ് ഇപ്പം റിലവന്റ് ആയത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ ജൂലൈയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒഫീഷ്യൽസിന്റെ മീറ്റിംഗിൽ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നതിനെ പറ്റിയിട്ട് കൃത്യമായ ഒരു ക്ലാരിറ്റി യൂണിയൻ ഹോം മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷന്റെ ആസ്പെക്ട്സിലാണ് ഈ ഒരു ന്യൂസ് ഇപ്പം റിലവന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററും അതിന്റെ ലീഗൽ ബാക്കിങ്ങും അതുപോലെ തന്നെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസണുമായിട്ട് അതിന്റെ ലിങ്കേജും കാര്യങ്ങളും എല്ലാം ഈ ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും മെയിൻസിന്റെ ആസ്പെക്ട്സിലും ഒരുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഇപ്പൊ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വരുവാണെങ്കിൽ സൊസൈറ്റിയിലും അതുപോലെ തന്നെ പൊളിറ്റിയിലും ഗവേണൻസിലും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. ഇനി അത് നമുക്ക് പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും അതുപോലെ മെയിൻസിന്റെ ആസ്പെക്ട്സിലും എന്തൊക്കെ കീവേഡ്സുകളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. സോ എന്താണ് സെൻസസ് 2027 എന്ന് പറയുന്നത്? നമുക്കറിയാം ലാസ്റ്റ് ഒരു ഫുൾ സെൻസസ് നടന്നിട്ടുണ്ടായിരുന്നത് 2011 ഓക്കെ. ദെൻ ഫസ്റ്റ് ഇനി 2027 സെൻസസിന്റെ ഫസ്റ്റ് ഫേസ് നടക്കുന്ന ഏപ്രിൽ 2026 അപ്പൊ അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ഓൾറെഡി ജൂലൈ 2025 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസിലായിരുന്നു ഇപ്പം നടന്നിട്ടുണ്ടായിരുന്ന ഒഫീഷ്യൽസുമായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പം ഡേറ്റ കളക്ഷൻസും കാര്യങ്ങളും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയിട്ട് മൊബൈൽ ആപ്സ് യൂസ് ചെയ്തിട്ടാണ് നടത്തുന്നത്. അപ്പൊ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതുവരെ നമ്മൾ എന്തായിരുന്നുള്ളൂ, ഡിജിറ്റലി ആയിരുന്നില്ല നമ്മുടെ സെൻസസുകളും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റലി ആയതുകൊണ്ട് തന്നെ മൊബൈൽ ആപ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് 2027 സെൻസസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുക. ദെൻ പ്രീ ടെസ്റ്റ് എക്സസൈസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ്. 2025 അത് നടത്തുന്നത്. അപ്പൊ അതിൽ ഈ ഡിജിറ്റൽ ടൂൾസ് ഈ പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞു ഡിജിറ്റലി ആണ് ഡേറ്റ കളക്ഷൻസും കാര്യങ്ങളും എല്ലാം നടത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും ക്വസ്റ്റ്യനെയേഴ്സിന്റെ കാര്യങ്ങളും അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ പ്രോപ്പർ ആയിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രീ ടെസ്റ്റ് എക്സസൈസ് നടത്തുന്നത്. അപ്പം ഇത് ഇത്രയുമാണ് നമ്മൾ പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുപോലെ തന്നെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, അതെന്താണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യയിൽ ഒരാൾ 6 months കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ 6 months അറ്റ്ലീസ്റ്റ് 6 months റിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതിന്റെ ലീഗൽ ബേസിസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. അപ്പം ഈ ഒരു NPR മാൻഡേറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ അണ്ടറിലാണ്. സിറ്റിസൺഷിപ്പ് റൂൾ 2003 അണ്ടറിലാണ് ഇങ്ങനത്തെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ക്ലോസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റൂൾസ് എല്ലാം സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പാർട്ടാണ്. ഓക്കെ. അപ്പൊ അതിന്റെ ജസ്റ്റ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പ്രിലിംസിൽ നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. സോ ദ ലിങ്ക് ബിറ്റ്വീൻ NPR ആൻഡ് NRC നമ്മൾ പറഞ്ഞു. ഈ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ലീഗൽ ബാക്കിങ്ങും അതുപോലെ തന്നെ NRCയുമായിട്ടുള്ള ലിങ്കേജും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് NPR എന്ന് പറയുന്നതാണ് നമ്മളുടെ NRCയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ. ഓക്കെ. അപ്പൊ അത് മനസ്സിലാക്കുക. NPR എന്ന് പറയുന്നതാണ് NRCയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം സിറ്റിസൺഷിപ്പ് റൂൾ 2003 അണ്ടറിലാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞു. അതിലാണ് ഇത് മാൻഡേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ എന്താണ് ഇതിന് ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്.
ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ലിങ്കേജിന്റെ കാര്യത്തിൽ. അപ്പം നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററും പഠിക്കണം, അതുപോലെ തന്നെ നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസണും എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് തമ്മിലുള്ള ഡിഫറൻസിയേഷനും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സെൻസസ് വാസ് NPR, സെൻസസ് ആക്ട് 1948ന്റെ അണ്ടറിലാണ് സെൻസസ് നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് റൂൾ 2003യുടെ അണ്ടറിലാണ് ഇത് നടത്തുന്നത്. ദെൻ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് NRIC ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോസസ്സ് നമ്മൾ നടത്തുന്നത്. ദെൻ ഇതിനകത്ത് മെയിൻ ആയിട്ടും നമ്മുടെ പേരൻസിന്റെ ബർത്ത് ഡീറ്റെയിൽസും ഡോക്യുമെന്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഇതിന്റെ ഡേറ്റ പ്രൈവസി നോക്കുകയാണെങ്കിൽ അത് അത്ര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൈവസിയും കാര്യങ്ങളൊന്നും നമ്മളുടെ ഡേറ്റയ്ക്ക് തരുന്നില്ല. ഓക്കെ, ദെൻ കറണ്ട് സ്റ്റാറ്റസ് ആൻഡ് ഗവൺമെന്റ് സ്റ്റാൻഡ് നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതായത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിനെ പറ്റിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നിട്ടുണ്ടായിരുന്നില്ല, യൂണിയൻ ഹോം മിനിസ്ട്രിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അവരത് ഇൻഫോം ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻസിന്റെ ആസ്പെക്റ്റിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേപ്പർ 2 GS പേപ്പർ 2 ഗവർണൻസിന്റെ പൊളിറ്റിന്റെ അണ്ടറിൽ നമ്മൾ ഇന്റർപ്ലേ ബിറ്റ്വീൻ സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻസ് ഓൺ ലാർജ് സ്കെയിൽ എക്സസൈസ്, അതായത് എല്ലാ സ്റ്റേറ്റിലും നടത്തുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇപ്പം ഫുൾ സെൻസസ് ആണ്, അപ്പൊ അതിന്റെ ഒരു സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു കോർഡിനേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ ലീഗൽ ഫ്രെയിംവർക്ക്, സിറ്റിസൺഷിപ്പ് ആക്ട് 1955 സെൻസസ് ആക്ട് 1948 തമ്മിലുള്ള ആ ഒരു ലീഗൽ ഫ്രെയിംവർക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലായിരിക്കണം. ദെൻ ഇഷ്യൂസ് ഓഫ് പ്രൈവസി, ഡേറ്റ യൂസേജ് ആൻഡ് ഫെഡറൽ അക്കൗണ്ടബിലിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്തുണ്ടായിരുന്നു, അത് അതിന്റെ പ്രൈവസി നോക്കുമ്പോൾ അതത്ര എന്താണ് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡേറ്റയും കാര്യങ്ങളും അല്ല. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കണം. ദെൻ സൊസൈറ്റിയുടെ അണ്ടറിൽ വരുമ്പോൾ എന്താണ് ഡെമോഗ്രാഫി, ഡേറ്റാസ് ഇമ്പോർട്ടൻസ് ഫോർ പ്ലാനിങ്, അർബനൈസേഷൻ, മൈഗ്രേഷൻ സ്റ്റഡീസ് ആൻഡ് ടാർഗറ്റഡ് ഡെലിവറി ഓഫ് സർവീസ്. അപ്പൊ ഈ ഒരു സെൻസസ് എടുക്കുന്നത് കൊണ്ട് ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ മനസ്സിലാക്കിയിരിക്കുക. സോ ദ സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് ASI അലോസ് റിട്ടയർഡ് തമിഴ്നാട് ആർക്കിയോളജിസ്റ്റ് ടു പ്രിപ്പയർ റിപ്പോർട്ട് ഓൺ കീലാടി എക്സ്കവേഷൻസ്. അപ്പം ഇതിന്റെ ഒരു ന്യൂസ് സമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കീലാടി എക്സ്കവേഷൻസ് 2 ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ട് അമർനാഥ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിയോളജിസ്റ്റ് ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിസിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളും ഒക്കെ എറൈസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് എന്ത് ചെയ്യണമായിരുന്നു, റീസ്റ്റഡി ചെയ്യണം എന്നുള്ള ഒരു കാര്യം ASI ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അമർനാഥ രാമകൃഷ്ണൻ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിസിലാണ് റിട്ടയർഡ് ആയിട്ടുള്ള തമിഴ്നാട് ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള PS ശ്രീരാമനെ വീണ്ടും അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ആസ്പെക്റ്റിലാണ് ഈ ഒരു ന്യൂസ് റിലവന്റ് ആവുന്നത്. ദെൻ ഫസ്റ്റ് 2 ഫേസിന്റെ എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത് അമർനാഥ രാമകൃഷ്ണനാണ്. സോ കീലാടി എക്സ്കവേഷൻസ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രിലിംസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർട്ട് ആൻഡ് കൾച്ചറിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്കവേഷൻ സൈറ്റ് ആണ് കീലാടി എക്സ്കവേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2014-15 ഒരു ടൈമിലായിരുന്നു. അപ്പൊ ഇത് പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ ഏതൊക്കെ കീവേഡ്സ് ആണ് നമുക്ക് നോക്കേണ്ടതെന്ന് നോക്കാം. സോ ദ കീലാടി എക്സ്കവേഷൻസിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, കീലാടി ലൊക്കേറ്റ് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അത് റിവർ വൈഗയുടെ എന്താണ് ബാങ്ക്സിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ശിവഗംഗ ഡിസ്ട്രിക്റ്റിലാണ് ഈ പറഞ്ഞ കീലാടി എക്സ്കവേഷൻസ് കാണുന്നത്. അപ്പൊ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ. ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, തമിഴ്നാട് സ്റ്റേറ്റിലാണ്. അതുപോലെ തന്നെ വൈഗ റിവറിന്റെ തീരത്താണ്. അതുപോലെ തന്നെ ശിവഗംഗ ഡിസ്ട്രിക്റ്റിലാണ്. അത് പ്രിലിംസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് എക്സ്കവേഷൻ നടന്ന് നമ്മൾ പറഞ്ഞു. ആരാണ് നടത്തിയതെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് കീലാടി എക്സ്കവേഷൻസിന്റെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, സംഗം ഏജുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്കവേഷൻ സൈറ്റ് ആണ്. അപ്പം ആ ഒരു കാര്യങ്ങളിലൂടെ കൾച്ചറൽ ആസ്പെക്ട് എന്താണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ എക്സ്കവേഷൻസ് അറ്റ് മയിലാടുംപാറ ഷോ അയൺ യൂസേജ് ബിഗൺ അറൌണ്ട് 4200 years ago. അതായത് ഒരു അയണിന്റെ
എന്ത് ചെയ്യുന്നുണ്ട്, യൂസേജ് 4200 ഇയേഴ്സിന് എഗോ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ കൃഷ്ണഗിരി ഡിസ്ട്രിക്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റൊരു എക്സ്കവേഷൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ എന്താണ് ട്രഡീഷണലി നമ്മൾ മനസ്സിലാക്കുന്നത് അയൺ അറൌണ്ട് 700 BC-യിലാണ് നമ്മളുടെ ഇന്ത്യയിൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഗാൻജറ്റിക് പ്ലെയിൻസിലാണ് അത് കൂടുതൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ് പോലെയുള്ള സ്റ്റേറ്റ്സിലാണ് ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് നമ്മൾ ഇതുവരെയുള്ള സ്റ്റഡീസുകളിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ബട്ട് ഈ ഒരു കീലാടി എക്സ്കവേഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനേക്കാൾ മുമ്പ് തന്നെ ഈ പറഞ്ഞ 700 BC-ക്ക് മുമ്പ് തന്നെ ഇവിടെ അയൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു എക്സ്കവേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ കീലാടി എക്സ്കവേഷൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ മയിലാടുംപാറ കൃഷ്ണഗിരി ഡിസ്ട്രിക്ട് തമിഴ്നാടിലാണ് ഈ പറഞ്ഞ അയണിന്റെ പ്രസൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ദെൻ അവിടുത്തെ കീ ഡിസ്കവറീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്രിക് സ്ട്രക്ചർ ഇൻഡിക്കേറ്റിംഗ് അർബൻ സെറ്റിൽമെന്റ്സ് ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ഒരു എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ അയൺ ടൂൾസ് ഉണ്ട്. ദെൻ ആണ് പോട്രി വിത്ത് തമിഴ് ബ്രാഹ്മി സ്ക്രിപ്റ്റ്. അപ്പൊ ആ ഒരു തമിഴ് ബ്രാഹ്മി സ്ക്രിപ്റ്റിന്റെ ഒരു കാര്യം നമ്മൾ അവിടെ മനസ്സിലാക്കിയിരിക്കണം. ദെൻ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ അയൺ ഉള്ളത് കൊണ്ട് തന്നെ അയൺ ബേസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കുക. ദെൻ ഡ്രെയിനേജ് സിസ്റ്റം ആൻഡ് ഹാബിറ്റേഷൻ സ്ട്രക്ചർ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കാം, മനസ്സിലാക്കിയിരിക്കാം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, ഒരു ലിറ്ററേറ്റ് അർബൻ സിവിലൈസേഷൻ ഈ ഒരു സൗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. Then Tamil Nadu might have directly entered the Iron Age, skipping the Copper Age due to lack of copper deposit. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ എക്സ്കവേഷൻസിൽ നിന്ന് അയണിന്റെ പ്രസൻസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പറിന്റെ ഡിപ്പോസിഷൻസ് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ തമിഴ്നാട്ടിലെ ഈ ഒരു സൈറ്റ് അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരുന്ന ആൾക്കാര് കോപ്പറിന്റെ ആ ഒരു യൂസേജ് സ്കിപ്പ് ചെയ്തതുകൊണ്ട് ഡയറക്ട്ലി അയൺ ഏജിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡീസിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ദെൻ എന്താണ് റോൾ ഓഫ് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് 2014-15 മുതലാണ് അവിടെ എക്സ്കവേഷൻസും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ അത് 2017 തമിഴ്നാട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി, ആദ്യം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിരുന്നു അവിടെ എക്സ്കവേഷൻസും കാര്യങ്ങളും 2014 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് 2017 ആയപ്പോൾ അത് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഞാൻ ആ പ്രൊജക്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു phase 4 to phase 10, അതായത് 2024 to 25 ആ ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ കൊടുമണൽ സൈറ്റ് അതിന്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എറോഡ് ഡിസ്ട്രിക്റ്റിലാണ്, തമിഴ്നാടിലാണ്. മെഗാലിത്തിക് ബെറിയൽസിനാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു സൈറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സൈറ്റുകളെല്ലാം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക, അതിന്റെ ഡിസ്ട്രിക്ട്സ് പഠിക്കുക, അതിൽ നിന്ന് ഓരോ സൈറ്റുകളിൽ നിന്നുള്ള എക്സ്കവേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വരുമ്പം ഹെറിറ്റേജ്, ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ GS പേപ്പർ 1 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡിമോൺസ്ട്രേറ്റ്സ് റീജിയണൽ ഡൈവേഴ്സിറ്റി ഇൻ അർബനൈസേഷൻ ആൻഡ് ലിറ്ററസി ഡ്യൂറിങ് ഏർലി ഹിസ്റ്റോറിക് ഇന്ത്യ. അപ്പൊ ആ ഒരു ആസ്പെക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഈ എക്സ്കവേഷൻസിന്റെ അണ്ടറിൽ. ദെൻ ഗവേണൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പൊ നമ്മളുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റോൾ എന്താണെന്നും അതുപോലെ തന്നെ തമിഴ്നാട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ റോൾ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളും കൂടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ ദ തേർഡ് ന്യൂസ് എന്ന് പറയുന്നത് ഹൗ ക്യാൻ കാറ്റ് ബോൺസ് പ്ലാൻ ഫോർ എ നാച്ചുറൽ ഡിസാസ്റ്റർ. അപ്പം ഇതിന്റെ ന്യൂസ് സമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസിനെ പറ്റിയും അതിന്റെ ഒരു അഡ്വാൻറ്റേജിനെ പറ്റിയിട്ടും അതിന്റെ യൂസേജിനെ പറ്റിയൊക്കെ എല്ലാവർക്കും നല്ല അവയർനെസ് ഉണ്ട്. പക്ഷെ ഒരു ഡിസാസ്റ്റർ റിസ്ക് ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള അവയർനെസ് വളരെയധികം കുറവാണ്. അപ്പൊ അതിന്റെ ഒരു ആസ്പെക്റ്റിലാണ് ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ കാറ്റ് ബോണ്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ ഈ കാറ്റ് ബോണ്ട് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാറ്റ് ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ഒരു കാറ്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഒരു ഡിസാസ്റ്റർ സംഭവിക്കുവാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ എമൗണ്ട് നമുക്ക് അഫക്റ്റഡ് ഏരിയാസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും.
പക്ഷേ ഈ പറയുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പാർട്ട് ഓഫ് ലോസോ അല്ലെങ്കിൽ ആ മുഴുവനായിട്ടുള്ള എമൗണ്ട് ലോസ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ബട്ട് ഇവര് ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്ററും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടും. സോ ഇതാണ് ഈ കാറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാറ്റ് ബോണ്ട് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ കലാമിറ്റി വരുന്ന സമയത്ത് അതിന്റെ ബർഡൻ മുഴുവനും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ഒരു കാറ്റ് ബോണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന സിറ്റിസൺസിന് അത് കൂടുതലും എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാറ്റ് ബോണ്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ ഈ ഒരു ന്യൂസിൽ റിലവന്റ് ആവുന്നത്. അപ്പം കാറ്റ് ബോണ്ട് വഴി നമ്മൾ പ്രത്യേകിച്ചും ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിക്ക് ഈ പറയുന്ന കാറ്റ് ബോണ്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്കറിയാം. അതായത് നമ്മുടെ കോസ്റ്റൽ റീജിയൻസിലൊക്കെ എപ്പോഴും സൈക്ലോൺ പ്രോൺ ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ ഹിമാലയൻ റീജിയൻസിലാണെങ്കിൽ ലാൻഡ് സ്ലൈഡ്സും കാര്യങ്ങളും എല്ലാം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന കാറ്റ് ബോണ്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കാറ്റ് ബോണ്ട് എന്താണെന്ന് മനസ്സിലാക്കുക. ഗ്ലോബലി നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് ഇതിലേക്ക്. അപ്പൊ അവർക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ ഡിസാസ്റ്റർ ഒന്നും വന്നില്ല അല്ലെങ്കിൽ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടും. പക്ഷേ ഈ പറയുന്ന ഒരു ഡിസാസ്റ്റർ വരികയാണെന്നുണ്ടെങ്കിൽ ആ അഫക്റ്റഡ് ഏരിയാസിലേക്ക് അവരുടെ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ആ ഒരു ബർഡൻ അവിടുത്തെ സിറ്റിസൺസിന്റെ ലൈഫിനും അവരുടെ പ്രോപ്പർട്ടിക്കും ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു സേഫ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ ഈ കാറ്റ് ബോണ്ടിന് ഫുൾ നെയിം എന്ന് പറയുന്നത് കറ്റാസ്ട്രോഫ് ബോണ്ട് എന്നാണ്. അപ്പം ഇതെന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഇൻഷുറൻസ് കം ഡെബ്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. അത് ഡിസാസ്റ്റർ റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോണ്ടാണ്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സ്ട്രക്ചറിൽ ഒരു സ്പോൺസർ ഉണ്ടായിരിക്കും, ഒരു ഇൻവെസ്റ്റർ ഉണ്ടായിരിക്കും, ഇന്റർമീഡിയറീസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ സ്പോൺസർ എന്ന് പറയുന്നത് ഒരു സോവറിയൻ ഗവൺമെന്റ് ആയിരിക്കും. അവരാണ് ഒരു പ്രീമിയം പേ ചെയ്യുന്നത്. അപ്പൊ ഇൻവെസ്റ്റർ എന്താ ചെയ്യുന്നത്? ഈ ബോണ്ട് ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ബോണ്ട് ബൈ ചെയ്യുന്നത് വഴി ഒരു റിസ്ക് ഉണ്ടാവും, ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോൾ അവരുടെ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇനിയിപ്പം ഇൻ കേസ് ഈ പറയുന്ന ഡിസാസ്റ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഇന്റർമീഡിയറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്നത് വേൾഡ് ബാങ്കും അതുപോലെ ADB പോലെയുള്ള ബാങ്കും ആണ്. ദെൻ ഇൻസെന്റീവ് ഫോർ ഇൻവെസ്റ്റേഴ്സ്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ചും ഇന്ത്യ പോലെയുള്ള ഒരു കൺട്രിക്ക് റിസ്ക്, ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് വരുന്ന സമയത്ത് റിസ്ക് കുറച്ചും കൂടി കുറയുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ ബേർഡൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് കുറച്ച് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും, ഫാസ്റ്റർ ആയിട്ടുള്ള റിലീഫും റീകൺസ്ട്രക്ഷൻസും ഒക്കെ ഈ ഒരു ഫിനാൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഈ പറയുന്ന റിഡ്യൂസ്ഡ് കൗണ്ടർ പാർട്ടി റിസ്ക്, അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇന്ത്യനെ സംബന്ധിച്ചിട്ടുള്ള ഒരു റിലവൻസ് എന്ന് പറയുന്നത്. ഹൈലി ഡിസാസ്റ്റർ എക്സ്പോഷർ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അതിപ്പോ കോസ്റ്റൽ റീജിയൻസ് ആണെങ്കിലും മൗണ്ടൻ റീജിയൻസിലാണെങ്കിലും എല്ലായിടത്തും നമുക്ക് ചെയ്യുന്നുണ്ട്. സൈക്ലോൺസ് ആണെങ്കിലും ലാൻഡ് സ്ലൈഡ്സ് ആണെങ്കിലും എല്ലാം ഒക്കർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ഈ ഒരു കാറ്റ് ബോണ്ടിന് ഇന്ത്യയുടെ ഒരു ആസ്പെക്ട്സിൽ റിലവൻസി ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ പ്രപ്പോസൽ ഫോർ എ സൗത്ത് ഏഷ്യൻ കാറ്റ് ബോണ്ട്, അതായത് റീജിയണൽ അപ്രോച്ച് ക്യാൻ ഡൈവേഴ്സിഫൈ റിസ്ക് ആൻഡ് റെഡ്യൂസ് പ്രീമിയംസ്. അതായത് ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സൗത്ത് ഇന്ത്യൻ കൺട്രീസ് എല്ലാം കൂടി ചേർന്നിട്ട് ഈ പറയുന്ന ഒരു കാറ്റ് ബോണ്ടിൽ ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഈ ഒരു റിസ്കിനെ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ പോലെയുള്ള കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എർത്ത് ക്വേക്സിന്റെ ഒരു കവറേജ് പോലെ ഈ പറഞ്ഞ കാറ്റ് ബോണ്ടിൽ ചെയ്യാൻ പറ്റും, ഒരു പ്രീമിയം ആയിട്ട് സ്പോൺസർ ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും. ഓക്കെ. ദെൻ സൈക്ലോൺസ് ആൻഡ് സുനാമീസിന്റെ കേസിലാണെങ്കിൽ ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാൽദീവ്സ്, മ്യാൻമാർ പോലെയുള്ള കൺട്രീസിലും ചെയ്യാൻ പറ്റും, ഒരുമിച്ച് ചെയ്യാൻ പറ്റും, ഈ ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ എൻകറേജ് ഫിനാൻഷ്യൽ റെസിലൻസ് അക്രോസ് ദ റീജിയൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സൗത്ത് ഏഷ്യൻ കാറ്റ് ബോണ്ടിൽ പറയുന്നത്. സൗത്ത് ഏഷ്യൻ കൺട്രീസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു സോവറിയൻ കൺട്രീസ് ആയിട്ട് ചെയ്യാണ്, ഈ പ്രീമിയം പേ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും, ഇവർക്ക് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്.
ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിലേക്ക് വരുമ്പോൾ എന്താണ് നമുക്കറിയാം, എക്കണോമി വരുന്നുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരുന്നുണ്ട്, അതിനകത്ത് ഗവേണൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, ഇന്റർനാഷണൽ റിലേഷൻസ് വരുന്നുണ്ട്. സൗത്ത് ഏഷ്യൻ കൺട്രീസിന്റെ കാര്യം പറയുമ്പോഴും അതുപോലെ തന്നെ ഗ്ലോബലി ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോഴും എല്ലാം ആ ഒരു ആസ്പെക്ട്സിൽ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എക്കണോമി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ എന്താണ് ന്യൂ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് കാറ്റ് ബോണ്ട് എന്ന് പറയുന്നത് ഫോർ ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ റിസ്ക്, റോൾ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻ റിസൈലൻസ് ബിൽഡിംഗ്. ഇന്റർനാഷണൽ റിലേഷൻസിൽ വരുമ്പോൾ എന്താണ് റീജിയണൽ കോപ്പറേഷൻ, സൗത്ത് ഏഷ്യൻ ഡിസാസ്റ്റർ ബോണ്ട്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ ദ ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ ആഫ്രിക്ക മസ്റ്റ് വർക്ക് സൈഡ് ബൈ സൈഡ് സേസ് PM ഇൻ നമീബിയ. അപ്പം ഇതിന്റെ ന്യൂസ് സമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം. റീസെന്റ് പ്രധാനമന്ത്രി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമീബിയയിലേക്ക് വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ആസ്പെക്റ്റിലാണ് ഈ ന്യൂസ് റിലവന്റ് ആവുന്നത്. അപ്പം പ്രൈം മിനിസ്റ്റർ പറയുകയുണ്ടായി എന്താണ്, നമുക്ക് ആഫ്രിക്കയുമായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു കൺട്രിയുമായിട്ട് നമ്മൾക്ക് ഒരു കോമ്പറ്റീഷൻ അല്ല, പകരം നമ്മളൊരു കോപ്പറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഈ ഒരു വിസിറ്റിന്റെ കുറച്ച് കീ ഔട്ട്കംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, അഡോപ്ഷൻ ഓഫ് ഇന്ത്യസ് UPI പേയ്മെന്റ് സിസ്റ്റം ബൈ നമീബിയ. നമ്മുടെ UPI പേയ്മെന്റ് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, നമീബിയ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 MOU കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹെൽത്തിന്റെ സെക്ടറിലും ദെൻ എന്റർപ്രണർഷിപ്പ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ റിസൈലൻസിലുമാണ് ഈ ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു വിസിറ്റിന്റെ കീ ഔട്ട്കംസ് നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യ നമീബിയ റിലേഷൻസ് നോക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ, ഈ നമീബിയൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിൽ 1946 UN ഒരു കൺസേൺ നമ്മൾ ഇന്ത്യ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഫസ്റ്റ് ഡിപ്ലോമാറ്റിക് മിഷൻ സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക പീപ്പിൾസ് ഓർഗനൈസേഷൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും ഇന്ത്യ ആയിരുന്നു. ആ ഒരു സൗത്ത് വെസ്റ്റ് ആഫ്രിക്കൻ പീപ്പിൾസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ SWAPO അത് ഫസ്റ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യ ആണ്. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമീബിയയുടെ ഡീകോളനൈസേഷൻ സ്ട്രഗിളിലും ഇന്ത്യ മെറ്റീരിയൽ ആണെങ്കിലും ഡിപ്ലോമാറ്റിക് സപ്പോർട്ടും എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് PM മോദി എന്താണ് സാം നുജോമ, അതായത് നമീബിയൻ ഫൗണ്ടിങ് ഫാദറിന് ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഈ സാം നുജോമിയെ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് കോമൺലി അറിയപ്പെടുന്നത്. അപ്പം ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ, ഇപ്പം ഇന്ത്യയും നമീബിയയും തമ്മിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സും ഈ ഒരു വിസിറ്റിന്റെ എന്താണ് പെർസ്പെക്റ്റീവിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ദെൻ എന്താണ് ഈ ഒരു വിസിറ്റിന്റെ കീ ഔട്ട്കം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു UPI അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്താണ് ഡിജിറ്റൽ കോർപ്പറേഷൻ ആണ്. ദെൻ എന്താണ് MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സെക്ടേഴ്സിലാണ് MOU സൈൻ ചെയ്തിട്ടുണ്ട്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെക്ടറിലും അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് മെഡിസിനിലുമാണ്. ദെൻ എന്താണ് നമീബിയ നമ്മുടെ ഇന്ത്യ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള 2 ഇന്റർനാഷണൽ മിഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഇന്ത്യ ലെഡ് കോയാലിഷൻ ഫോർ ഡിസാസ്റ്റർ റിസൈലന്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ്. ഇങ്ങനെ 2 ഇന്റർനാഷണൽ അലയൻസിലാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ എന്താണ് PM മോദിക്ക് ഒരു അവാർഡ് ഈ നമീബിയ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഓർഡർ ഓഫ് ദ മോസ്റ്റ് ഏൻഷ്യന്റ് വെൽവിറ്റിഷ്യ മിറാബിലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ഹോണർ ആണ്. അപ്പം ഇതും എന്ത് ചെയ്യുക, ഈ ഓണർ കൊടുത്തതും എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. ഇതെല്ലാം പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ എന്താണ് മെയിൻസിന്റെ ആസ്പെക്ട്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്, ഇത് കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതേപോലെ UPIയുടെ ഒരു കേസ് വരുന്നതോട് തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിലും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഈ 2 ആസ്പെക്ട്സിലും ഈ ന്യൂസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഇന്നത്തെ ന്യൂസ് ഹെഡ്ലൈൻസും അതിന്റെ സമ്മറീസും എല്ലാം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അതിന്റെ പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും മെയിൻസിന്റെ ആസ്പെക്ട്സിലുമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നിങ്ങൾ നടത്തുക. Okay, thank you.